ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയ സമയത്ത് അവൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഇത് അവൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ്. അവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് 3/4 കിലോ റവ ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനായിട്ട് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ഈ റവ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് നേരമെങ്കിലും ചെറിയ തീയിൽ ഇതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ കൂടിപ്പോകരുത്, തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. അതിനാണ് ചെറിയ തീയിലിട്ടിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഉപ്പുമാവിൻ്റെ മെയിൻ ഇത് തന്നെ ഈ റവയുടെ വറവാണ് കേട്ടോ. ഈ വറവ് പ്രശ്നമായാൽ തന്നെ ഈ ഉപ്പുമാവിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വറുത്ത റവ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ വറുത്ത പാത്രത്തിൽ തന്നെയാണ് ഉപ്പുമാവ് വെക്കുന്നത്. ഒരു 5-6 കൊല്ലമായിട്ട് ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ അവൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കൽ. ഇത് കാര്യമായിട്ട് ഈ ഉപ്പുമാവ് ഉണ്ടാക്കൽ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്താണ്. അപ്പോഴാണല്ലോ ഭക്ഷണത്തിനുള്ള ആവശ്യം വരിക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാണല്ലോ അന്ന് ഉണ്ടാക്കുക. ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ചെമ്പ് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നതിൻ്റെ ശേഷം ഈ പൊട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, കടുക്, ഉഴുന്നുപരിപ്പ് എന്നിവ ഇട്ട് കൊടുക്കണം. ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് രണ്ടും കടുകും ഉഴുന്നുപരിപ്പും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഈ കടുകും ഉഴുന്നുപരിപ്പ് ഒന്ന് നന്നായി പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഉള്ളി നന്നായിട്ടൊന്ന് വാടണമെന്നൊന്നുമില്ല, ഒന്ന് ചെറുതായി ഇളക്കിയും കൊടുത്താൽ മതി. എന്നതിന് ശേഷം അതിലേക്ക് ഒരു ഇടത്തരം വലിപ്പമുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അതും ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഇതിന് പകരമായിട്ട് നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്താലും മതി. അതാകുമ്പോൾ ഒരു ഇത്തിരി കൂടി കളർഫുള്ളായിട്ടുണ്ടാവും ഈ ഉപ്പുമാവ്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രൂപത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും ഈ ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു 5 മിനിറ്റ് നേരെങ്കിലും ഒന്ന് വാട്ടിയെടുക്കണേ. ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള 25 ഗ്രാം അണ്ടിയും 25 ഗ്രാം മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ അണ്ടിയും മുന്തിരിയും വേറെ ഒരു പാത്രത്തിലിട്ടിട്ട് പൊരിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അതാകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും. ഞങ്ങളിപ്പോൾ ഇവിടെ നേരിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊരു ഹെൽത്തി ഉപ്പുമാവായിരിക്കുമെന്ന്. ഹെൽത്തി മാത്രമല്ല, ടേസ്റ്റിയുമാണ്. ഇതെന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവ് തന്നെയാണ് ഇത്. ഇപ്പോൾ ഇത് അത്യാവശ്യത്തിന് ഈ വെജിറ്റബിൾസ് ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിൻ്റെ അളവ് വെച്ചാൽ നമ്മൾ 1 ഗ്ലാസ് റവയാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെയാണ് ഈ ഉപ്പുമാവിൻ്റെ കണക്ക്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കണം.
ഈ റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ റവ അടിയിൽ പോയിട്ട് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അവനിത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചുറ്റിലും കാഴ്ചക്കാരായിട്ട് നോക്കിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ റവ ഇട്ട് ഇളക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പേടി, ഇതെന്താ പായസമായി പോകുമെന്നൊക്കെ. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല വിട്ട് വരുന്ന ഒരു പരുവത്തിലാണ് ഉപ്പുമാവ് കിട്ടിയത്. ഈ സമയത്താണ് നമ്മൾ 1/2 kg നെയ്യ് കുറച്ചധികം ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 25-50 ഗ്രാമിൻ്റെ അടുത്ത് ഈ 1/2 kg ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നുകൂടി മുറുകിയതിന് ശേഷം വീണ്ടും അവൻ 1/2 kg ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചധികം സമയം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അവന് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കാണ് പേടി, ഇത് അടി പിടിക്കുമോ, വെള്ളം കൂടുമോ എന്നൊക്കെ ഉള്ള പ്രശ്നം ഞങ്ങൾക്കേ ഉള്ളൂ. അവനക്കൊരു പ്രശ്നമില്ല. കുറച്ച് സമയം ഈ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. എന്നതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉപ്പുമാവൊക്കെ നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നാവുമ്മലൊന്നും ഒട്ടാത്ത നല്ല പരുവത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഈ ഉപ്പുമാവ് റെഡിയാക്കിയിട്ടുള്ളത്. തലേന്ന് രാത്രി ഞാനും ചെറിയ മോനും കൂടി അവിടെ കൂടാൻ പോയതിന്. അന്നതിന് ശേഷം പിറ്റേന്നാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഉണ്ടാക്കിയത്. കുറേ ആയി പറയുന്നത് ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്ന് ഈ ഉണ്ടാക്കി തരണം കേട്ടോ, എനിക്ക് ഷൂട്ട് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തോ ഭാഗ്യത്തിന് ഉണ്ടാക്കി തന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പപ്പടം ഒന്ന് കാച്ചിയെടുക്കുകയാണ്. പപ്പടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പപ്പടം നിർബന്ധമാണ്. ഓൽക്ക് ചെറിയ പഴവും നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാക്കി, ഓൽക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാക്കി. അങ്ങനെ പപ്പടം കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി പപ്പടം ആവശ്യമുള്ളവർക്ക് പപ്പടം കൊടുക്കുക, ചെറിയ പഴം ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കാമല്ലോ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ആങ്ങളൻ്റെ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.